ഒരു ഓപ്ഷൻ പോലും വിടാതെ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിരിക്കണം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. പ്രത്യേകിച്ച് ബിഗിനേഴ്സ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിനാണ് കൂടുതലും യൂസ്ഫുൾ ആയിരിക്കുക. അപ്പൊ യൂട്യൂബിൽ എങ്ങനെയാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എന്നാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. കുറെ ഓപ്ഷൻസ് പുതുതായിട്ട് വന്നിട്ടുണ്ട് ഈ 2026 എത്തി നിൽക്കുമ്പോൾ. അപ്പൊ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ യൂട്യൂബിൽ. അപ്പൊ അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യാം എന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഒരു ഓപ്ഷൻ പോലും വിടാതെ എങ്ങനെ കറക്റ്റ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാം എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നത്. അപ്പൊ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ. വീണ്ടും വീണ്ടും പറയുന്നത് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് പറയുന്നത്. നമുക്ക് യൂട്യൂബിൽ 3 രീതിയിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റും. ക്രോമിലൂടെ ചെയ്യാം, അതേപോലെ വൈറ്റി സ്റ്റുഡിയോയിലൂടെ ചെയ്യാം, പിന്നെ യൂട്യൂബിലൂടെ ചെയ്യാം. ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് യൂട്യൂബിലൂടെ ചെയ്യുന്നതാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് അപ്ലോഡ് ആയി കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പൊ കൂടുതൽ പേരും യൂട്യൂബിലൂടെയാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ ഞാനിവിടെ കാണിച്ചു തരാൻ പോകുന്നത് യൂട്യൂബിലൂടെ ചെയ്യുന്നത് ആണ് കാണിക്കാൻ പോകുന്നത്. എങ്കിലും നമുക്ക് ക്രോമിലൂടെയും പോയിട്ട് കുറച്ച് ഓപ്ഷൻസുകൾ ആഡ് ചെയ്യാനുണ്ട് കേട്ടോ. അതും കൂടെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. എല്ലാം ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പൊ വീണ്ടും വീണ്ടും പറയണം, സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പൊ നമ്മൾ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഏത് വീഡിയോ ആണോ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് അതിന്റെ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്ത് നമ്മൾ സേവ് ചെയ്ത് വെക്കുക കേട്ടോ. എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിരിക്കണം. പിന്നീട് നമുക്ക് മാറ്റം വരുത്താനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പൊ നമ്മൾ ഏത് ആപ്പിലാണോ എഡിറ്റ് ചെയ്യുന്നത് അതിൽ വൃത്തിയായിട്ട് ചെയ്തിട്ട് നമ്മൾ ഗാലറിയിലോട്ട് സേവ് ചെയ്ത് വെക്കും. നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന വീഡിയോ എത്ര നല്ല ക്വാളിറ്റിയിൽ എഡിറ്റ് ചെയ്യാൻ പറ്റുമോ അത്രയും നല്ല ക്വാളിറ്റിയിൽ എഡിറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. എങ്കിൽ മാത്രമേ നമ്മുടെ ഓഡിയൻസിനെ ഇഷ്ടപ്പെടുകയുള്ളൂ. നമ്മുടെ മാക്സിമം എഫേർട്ട് ആ വീഡിയോയിൽ ഇടുക. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ സ്ക്രീൻ റെക്കോർഡിലേക്ക് പോയി എങ്ങനെയാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എന്ന് കാണാം. അപ്പൊ അതിന് മുമ്പായിട്ട് 2 കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. അപ്പൊ ഇതിനു മുമ്പ് ഞാൻ ഏകദേശം 100ൽ കൂടുതൽ യൂട്യൂബ് ടിപ്സ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ചേർത്ത് ഞാൻ പ്ലേലിസ്റ്റ് ആക്കി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. താല്പര്യമുള്ളവർ കാണുക കേട്ടോ. തുടക്കക്കാർക്കായിരിക്കും കൂടുതലും യൂസ്ഫുൾ ആയിരിക്കുക. പിന്നെ പറയാനുള്ളത്, ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ലൈക്കും കമന്റും ഷെയറും ഹൈപ്പും സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൻ കാണും. ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഞാനിടുന്ന ഓരോ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് നേരെ സ്ക്രീൻ റെക്കോർഡിലേക്ക് പോകാം. ഓക്കെ, ആദ്യം യൂട്യൂബ് ഓപ്പൺ ചെയ്ത ശേഷം നമ്മുടെ ചാനൽ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇപ്പോൾ എൻ്റെ ചാനൽ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ താഴെ കാണുന്ന പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വീഡിയോ, ഷോർട്സ്, ലൈവ് ഒക്കെ കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ വീഡിയോ ആണ് ക്ലിക്ക് ചെയ്യുന്നത്. അപ്പോൾ നേരെ ഗാലറിയിലോട്ട് പോകും. അപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്ത് വെച്ച വീഡിയോ ആഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ആഡ് ആയി വന്നിട്ടുണ്ട്. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ഇങ്ങനെ ആഡ് ഡീറ്റെയിൽ എന്ന് പറഞ്ഞ് കാണും. അപ്പോൾ പെൻസിൽ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ തമ്പനയിൽ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ പെൻസിലിൻ്റെ ചിഹ്നത്തിലാണ്. അപ്പോൾ നേരെ ഗാലറിയിലോട്ട് പോകും. അപ്പോൾ ഞാനിപ്പോൾ ഒന്നും കൊടുക്കുന്നില്ല കേട്ടോ, ലാസ്റ്റ് കൊടുക്കാതെ പറഞ്ഞിട്ടാണ്. എന്നിട്ട് ടൈറ്റിലും കാര്യങ്ങളും ഇനി കൊടുക്കണം. താഴെ ടൈറ്റിൽ നിന്ന് കാണുന്ന സ്ഥലത്ത് നമുക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും ടൈപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ യൂട്യൂബ് വീഡിയോ എന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. യൂട്യൂബ് വീഡിയോ എങ്ങനെ അപ്ലോഡ് ചെയ്യാമെന്നാണ് കൊടുക്കുന്നത്. അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കൊടുത്ത ശേഷം നമുക്കിനി ഇംഗ്ലീഷിലും കൊടുക്കാം. യൂട്യൂബ് വീഡിയോ അപ്ലോഡ് മലയാളം എന്നും കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് കൊടുക്കാം, നമ്മുടെ ടോപ്പിക്കിനനുസരിച്ച് കൊടുക്കുക. അപ്പോൾ ഈ ടൈറ്റിൽ തന്നെ നമുക്ക് ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം കേട്ടോ. അടുത്തത് വിസിബിലിറ്റി ആണ്. അതെപ്പോഴും അൺലിസ്റ്റ് ആക്കി തന്നെ കൊടുക്കുക കേട്ടോ. നേരെ പബ്ലിക് ആക്കി കൊടുക്കാതിരിക്കുക. നമ്മളെല്ലാം കഴിഞ്ഞ ശേഷം പബ്ലിക് ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഷെഡ്യൂളും വേണമെങ്കിലും ചെയ്ത് വെക്കാം. അപ്പോൾ ഞാനിപ്പോൾ അൺലിസ്റ്റ് ആക്കിയിട്ടാണ് വെക്കുന്നത്. പിന്നെ ഓഡിയൻസ് ആണ്. നോ, ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എന്ന് കൊടുക്കുക. അല്ലാതെ എസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിഡ്സിൻ്റെ ഇതിലേക്ക് പെടുന്നതായിരിക്കും. ഓഡിയൻസിന് താഴെ പ്രൊഡക്റ്റ് ടാഗ് ഉണ്ട്. മോണിറ്റൈസേഷൻ ആയവർക്ക് മാത്രമാണ്. നമ്മുടെ വീഡിയോയിൽ എന്തെങ്കിലും പ്രൊഡക്റ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ടാഗ് ചെയ്ത് വെക്കാം. അതിന് താഴെയായിട്ടാണ് ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ നമ്മൾ ടൈറ്റിലിൽ കൊടുത്ത കാര്യങ്ങൾ അങ്ങനെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുക ഇവിടെ. എന്നിട്ട് അതിന് താഴെയായിട്ട് നമുക്ക് കുറച്ച് #കൾ ഇട്ട് കൊടുക്കാം. നമ്മുടെ ചാനലിൻ്റെ നെയിമും പിന്നെ യൂട്യൂബ് ടിപ്സ് വീഡിയോ ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് #കൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തന്നെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാം. അടുത്തത് ലൊക്കേഷനാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ത്യ എന്ന് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ കൊടുക്കാം കേട്ടോ. നിങ്ങളുടെ പ്ലേസിൻ്റെ പേരൊക്കെ വേണമെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അടുത്തത് മോണിറ്റൈസേഷൻ ആണ്. മോണിറ്റൈസേഷനിൽ ബ്രാൻഡും പെയ്ഡ് പ്രൊമോഷനുമാണ് കാണിക്കുന്നത്. അത് ചെയ്യുന്നവർക്ക് ചെയ്യാം. അതിൻ്റെ അടുത്തത് കമ്മ്യൂണിറ്റിയാണ്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇൻവൈറ്റ് എ കൊളാബറേറ്റർ എന്ന് കാണിക്കും. നമ്മുടെ ചാനൽ പോലത്തെ വേറെ ഏതെങ്കിലും ചാനലിനെ നമുക്ക് ഇൻവൈറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ അവർക്കും കൂടെ സമ്മതമായിരിക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ നമ്മുടെ ഇതിനെ കൊളാബറേറ്റ് ചെയ്യാൻ അവർ സമ്മതിക്കത്തുള്ളൂ. അതിന് താഴെ കമൻറ്റ് ഓണാക്കി വെക്കുന്നതാണ് കൂടുതലും നല്ലത്. ഓഫാക്കുന്നവർക്ക് ഓഫാക്കി വെക്കാം. അടുത്തത് ഷോർട്സ് റീമിക്സിംഗ് ആണ്. അതിൽ കൊടുക്കുന്നത് അലോ വീഡിയോ ആൻഡ് ഓഡിയോ റീമിക്സിംഗ് കൊടുക്കുന്നതാണ് കൂടുതലും നല്ലത്. അത് ഇഷ്ടാനുസരണം കൊടുക്കാം കേട്ടോ. അടുത്തതായിട്ട് കാണിക്കുന്നത്
ആട്രിബ്യൂട്ട്സ് ആണ്. അതിൽ ഓൾട്ടേർഡ് കണ്ടന്റ് ആണെങ്കിൽ യെസ് എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. അടുത്തത് ടാഗ്സ് ആണ്. അത് ഞാൻ പിന്നീട് കൊടുക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. നമുക്ക് ഇനിയും കുറേ ഓപ്ഷൻസ് കൂടെ ചെയ്യാനുണ്ട്. അത് ഞാൻ ക്രോമിലും YT സ്റ്റുഡിയോയിലും പോയിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ അപ്ലോഡ് എന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അപ്ലോഡ് ആകുന്നുണ്ട്. അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് YT സ്റ്റുഡിയോയിൽ പോയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അതേപോലെ ക്രോമിലും പോയിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇതുവരെയും YT സ്റ്റുഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഡൗൺലോഡ് ചെയ്ത് വെക്കോട്ടോ. വളരെ ഉപകാരപ്രദമായ ഒരു ആപ്പാണ് യൂട്യൂബ് ചാനലുള്ളവർക്ക്. അപ്പോൾ നമുക്ക് ഇതിൽ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഡാഷ്ബോർഡ് ഓപ്പൺ ചെയ്തതും താഴെ കണ്ടന്റ് എന്ന് കാണും. കണ്ടന്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വീഡിയോ, ഷോർട്സ്, ലൈവ് ഒക്കെ കാണും. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോസ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുന്ന വീഡിയോയുടെ സൈഡായിട്ട് 3 ഡോട്ട് കാണും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എഡിറ്റ് എന്ന് കാണും. എഡിറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കാണാൻ സാധിക്കും കേട്ടോ, എഡിറ്റ് വീഡിയോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് തമ്പനെയിലും അതുപോലെ ഡിസ്ക്രിപ്ഷനും പിന്നെ ടൈറ്റിലും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. കൊടുത്തിട്ടില്ലെങ്കിൽ പെൻസിൽ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് തമ്പനെയിൽ ആഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഇനി ഞാൻ ക്രോം ഓപ്പൺ ചെയ്തിട്ട് ഡെസ്ക്ടോപ്പ് മോഡിലാക്കിയിട്ടാണ് ഞാൻ കുറേ ഓപ്ഷൻസ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. കാരണം അതിൽ കൂടെ പോയാൽ മാത്രമേ നമുക്ക് എൻ്റെ സ്ക്രീനും കാർഡ്സൊക്കെ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ക്രോമിലൂടെ ഡെസ്ക്ടോപ്പ് മോഡിൽ YT സ്റ്റുഡിയോ ഡാഷ്ബോർഡ് ഓപ്പൺ ചെയ്യാൻ അറിയാത്തവരും അതേപോലെ തന്നെ കിട്ടാത്തവരും ഉണ്ടെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐ ബട്ടണിലും കൊടുക്കാം. അറിയാത്തവർ കാണും കേട്ടോ. അപ്പോൾ നമ്മുടെ കണ്ടന്റിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വീഡിയോ സെലക്ട് ചെയ്യുക. ഏത് വീഡിയോ ആണ് അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുന്നത് ആ വീഡിയോ സെലക്ട് ചെയ്യുക. അപ്പോൾ ഷോ മോർ എന്ന് കാണിക്കും. ഇതിൽ കൂടുതൽ ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഷോ മോർ എന്ന് കൊടുക്കുമ്പോൾ 3 ടിക്ക് മാർക്ക് ഇട്ടത് കാണാൻ സാധിക്കും. അപ്പോൾ ആദ്യത്തെ 2 ടിക്ക് മാർക്ക് ഒഴിവാക്കുക, 3ാമത്തെ ടിക്ക് മാർക്ക് അങ്ങനെ തന്നെ വെക്കുക കേട്ടോ. ടാഗ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടില്ല. അപ്പോൾ അത് ഞാനിപ്പോൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേര് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുള്ള കീവേഡ്സുകൾ കുറേ ഇതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഹാഷ് ഇടാതെയാണ് കൊടുക്കേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ കൊടുത്ത ശേഷം ഒന്ന് സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ അത് തനിയെ വരുന്നതായിരിക്കും കേട്ടോ. ജസ്റ്റ് ഒന്ന് സ്പേസ് കൊടുക്കുക. അപ്പോൾ ഇൻഡു ആയിട്ട് മാറുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ കുറേ നമുക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ എന്ന് പറയുന്നത് ഇതിൽ മെയിനായിട്ടുള്ളത് എന്ന് പറഞ്ഞത് അലോ എംബഡിങ് എന്നൊരു ഇതാണ് കേട്ടോ. അലോ എംബഡിങ് ടിക്ക് ഒഴിവാക്കുക. അതിൻ്റെ താഴെ പുഷ് എന്നുള്ളത് ടിക്ക് ഓൺ ചെയ്ത് കൊടുക്കുക, കൊടുക്കാത്തവരുണ്ടെങ്കിൽ കേട്ടോ. അടുത്തത് ഷോർട്സ് റിമിക്സിംഗ് ആണ്. അത് നമ്മൾ മുമ്പ് കൊടുത്തിട്ടുണ്ട്. അലോ വീഡിയോ ആൻഡ് ഓഡിയോ റിമിക്സിംഗ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ കാറ്റഗറി, അത് ഏത് കാറ്റഗറിയിലാണോ പെടുന്നത് അതിനനുസരിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ എഡ്യൂക്കേഷൻ കാറ്റഗറിയിലാണ്. പിന്നെ കമൻറ്റ്സ് അത് ഓണും ഓഫാക്കി കൊടുക്കുന്നത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓണാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ലൈക്ക് ഷോ ചെയ്യുന്നുണ്ടെങ്കിൽ ടിക്ക് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ടിക്ക് ഒഴിവാക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് സേവ് കൊടുക്കുക കേട്ടോ. അപ്പോൾ സേവായി കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ താഴെയായിട്ട് എൻ്റെ സ്ക്രീനും കാർഡ്സൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ എൻ്റെ സ്ക്രീനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എലമെൻറ്റ്സ് എന്ന് കാണിക്കും. അതിൻ്റെ തൊട്ടടുത്ത് പ്ലസ് കാണും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വീഡിയോ, പ്ലേലിസ്റ്റ്, സബ്സ്ക്രൈബ് ബട്ടൺ, ചാനൽ എന്നൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ ഏതെങ്കിലും നമുക്ക് 4 എണ്ണം കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് കൊടുക്കാം. അപ്പോൾ ഞാൻ 2 വീഡിയോയും ഒരു പ്ലേലിസ്റ്റും സബ്സ്ക്രൈബ് ബട്ടണാണ് കൊടുത്തിരിക്കുന്നത്. സബ്സ്ക്രൈബ് ബട്ടൻ്റെ ചുറ്റിലും ലെയർ പോലെ കാണുന്നത് ഇല്ലാതാകണമെങ്കിൽ ആ ടിക്ക് മാർക്ക് ഒഴിവാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ടിക്ക് മാർക്ക് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ കറക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇനി ഇതുപോലെ 5 കാർഡ്സുകൾ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും കേട്ടോ. കാർഡ്സ് എന്ന് പറയുമ്പോൾ ഐ ബട്ടൺ ആണ്. അപ്പോൾ നമ്മുടെ വീഡിയോൻ്റെ മേലെയായിട്ട് കാണിക്കത്തില്ലേ, അതാണ്. അപ്പോൾ വീഡിയോ ആണെങ്കിലും പ്ലേലിസ്റ്റ് ആണെങ്കിലും 5 എണ്ണം ഉൾപ്പെടുത്താൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതും കൊടുത്തിട്ടുണ്ട്. പ്ലസ്സിൽ തന്നെ ക്ലിക്ക് ചെയ്ത് വീണ്ടും വീണ്ടും നമുക്ക് കൊടുക്കാം. പിന്നെ അവസാനത്തെ ഒരു ഓപ്ഷനാണ് ക്യൂസസ് പറഞ്ഞിട്ട്. അത് പുതിയതായിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ രൂപത്തിൽ അതിൽ ചോദിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്നും കൊടുക്കുന്നില്ല. അപ്പോൾ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴുള്ള എല്ലാ ഓപ്ഷൻസും പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ നേരെ YT സ്റ്റുഡിയോയിൽ വന്നിട്ടുണ്ട്. തമ്പനെയിൽ ഇതുവരെ ഞാൻ കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള തമ്പനെയിൽ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഷെഡ്യൂളിൽ വേണമെങ്കിൽ ഷെഡ്യൂൾ കൊടുക്കാം, അല്ലെങ്കിൽ പബ്ലിക് ആക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കാന്ന് വെച്ചാൽ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുവരെ ആയിട്ടും വീഡിയോ അപ്ലോഡ് ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഇത് നോക്കിയിട്ട് കറക്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ലൈക്കും കമന്റും ഷെയറും ഹൈപ്പും സബ്സ്ക്രൈബും കൂടി ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ കാണും. ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ ഓരോ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.